നമസ്കാരം. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ ഇറാൻ ഭരണകൂടം പ്രതിസന്ധിയിലാണ്. തെരുവിലെ പൊതുജനങ്ങളുടെ രോഷത്തിനും അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങൾക്കും ഭീഷണികൾക്കും ഇടയിൽ നേതാക്കൾ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ഇറാനിലെ പ്രതിപക്ഷ വെബ്സൈറ്റായ ഇറാൻ ഇന്റർനാഷണൽ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ പ്രകാരം ഇന്നലെ വരെ ഇറാൻ ഭരണകൂടം ഏകദേശം 12,000 പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ നേരിടാൻ രാജ്യത്ത് ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ടെലിഫോൺ സംവിധാനവും പ്രവർത്തനരഹിതമാണ്. ഇതോടെ പ്രതിഷേധങ്ങളെ നേരിടുന്നതിനെക്കുറിച്ചും ആളപായത്തെക്കുറിച്ചുമുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരുന്നതും തടയപ്പെട്ടിട്ടുണ്ട്. 2,600 പേരെ അറസ്റ്റ് ചെയ്തതായി മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടതിന് അറസ്റ്റിലായ 26 വയസ്സുകാരനെ തൂക്കിലേറ്റാൻ വിധിച്ചതായി കഴിഞ്ഞ ദിവസമാണ് ഖമേനിയുടെ സുരക്ഷാ വിഭാഗം അറിയിച്ചത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ നടന്നുവരുന്ന പ്രക്ഷോഭങ്ങളിൽ ഭാഗമായി എന്നു കാണിച്ചാണ് എർഫാൻ സൊൽത്താനി എന്ന യുവാവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതെന്നാണ് സുരക്ഷാ വിഭാഗം ഇയാളുടെ കുടുംബത്തെ അറിയിച്ചിരുന്നത്. ഖമേനി വിരുദ്ധ പ്രതിഷേധത്തിനിടെ ജനുവരി 8-നാണ് എർഫാൻ അറസ്റ്റിലായത്. എന്നാൽ പിന്നീട് ഇയാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരറിവും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ആയത്തുള്ള അലി ഖമേനിയുടെ ഭരണകൂടത്തിന്റെ സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു. അത് എർഫാന്റെ കുറ്റങ്ങളെക്കുറിച്ചോ അതിന്റെ കോടതി നടപടികളെക്കുറിച്ചോ ആയിരുന്നില്ല, മറിച്ച് എർഫാന്റെ വധശിക്ഷയെക്കുറിച്ചായിരുന്നു. എർഫാനെ അവസാനമായി കാണാൻ കുടുംബത്തിന് അനുമതിയുണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അതും വെറും 10 മിനിറ്റ് മാത്രം. ജനുവരി 14 ബുധനാഴ്ച എർഫാനെ തൂക്കിലേറ്റും എന്ന തരത്തിലാണ് അറിയിപ്പ് കിട്ടിയത്. എന്നാൽ ഇന്നലെ ഇയാൾ വധിക്കപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഖമേനി ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്ത എർഫാന് മേൽ ദൈവത്തോടുള്ള ശത്രുത എന്ന കുറ്റമാണ് ചുമത്തപ്പെട്ടത്. തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ഖമേനി വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യത്തെ വധശിക്ഷയാകും ഇത്. വിദേശ ശക്തികൾ ഇളക്കിവിട്ട തീവ്രവാദികളാണ് പ്രതിഷേധക്കാരെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കനുസരിച്ച് ഇതുവരെ 3,428 പേർ കൊല്ലപ്പെടുകയും 18,000-ലധികം പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നപ്പോൾ പല മാധ്യമങ്ങളും ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്തത് 12,000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടതിനാൽ ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ല. എങ്കിലും തെരുവുകളിൽ ഒഴുകുന്ന രക്തം ഒരു വലിയ വിപ്ലവത്തിന്റെയോ അല്ലെങ്കിൽ വൻ നാശത്തിന്റെയോ സൂചനയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ അമേരിക്കൻ സൈനിക ഇടപെടലിന് സാധ്യതയേറിയിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സൈനിക നീക്കം ഉണ്ടായേക്കാമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ മേഖലയിലെ പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാൻ വാഷിംഗ്ടൺ നടപടിയും തുടങ്ങി. എന്തായാലും ഈ 26-കാരനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. അവർ തൂക്കിക്കൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ കാണുന്നത് കടുത്ത നടപടികളായിരിക്കും എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വധശിക്ഷകൾ നടപ്പിലാക്കിയാൽ ഇറാനിലെ ഭരണകേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്താൻ ട്രംപ് ഉത്തരവിട്ടേക്കാം. സഹായം ഉടൻ എത്തും എന്ന് ഇറാന്റെ തെരുവുകളിൽ പോരാടുന്ന പ്രതിഷേധക്കാർക്ക് ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്തായാലും രക്തകലുഷിതമാണ് ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥ.